ഇപ്പോൾ നമ്മോടൊപ്പം തിരുവനന്തപുരം മേയർ വി വി രാജേഷ് തത്സമയം ചേരുകയാണ്. ശ്രീ വി വി രാജേഷ്, നമസ്കാരം. വി വി, ഇന്നിപ്പോൾ വന്ന ഉത്തരവിൽ നമ്മൾ അങ്ങയുടെ പ്രതികരണം കേട്ടു, ഈ വാർത്താ റിപ്പോർട്ടുകളൊക്കെ കേട്ടു. അതിനുശേഷം വളരെ ഗൗരവത്തോടെ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് അവിടെ ഒരു ഗൗരവക്കുറവ് ഉണ്ടായി എന്നുള്ളതാണ്. 20 മെമ്പർമാർ ഇപ്പോൾ തോന്നിയ രീതിയിലൊക്കെ, അല്ലെങ്കിൽ തോന്നിയ രീതിയിൽ ഞാൻ പറയുന്നില്ല, അത് വേറെ രീതിയിൽ പരാമർശിക്കപ്പെടും, അതല്ല. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു സത്യപ്രതിജ്ഞയിലേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ദൈവനാമങ്ങൾ, ദൈവത്തെ ആരാധിക്കുന്നു, പക്ഷേ അല്പം ഓവറായി കാര്യങ്ങൾ ഈ അംഗങ്ങൾ എടുത്തു പോയി എന്ന ഒരു ചിന്തയുണ്ടോ? അത് തിരുത്തപ്പെടേണ്ടതല്ലേ? ഭരണഘടനാപരമായി നോക്കുമ്പോൾ ഹൈക്കോടതി വിധിയെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? പ്രജീഷ്, ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്തിന് ഉത്തരം പറയാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മുമ്പാകെ ഈ കേസ് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ, നിയമപരമായുള്ള വശങ്ങൾ, ഭരണപരമായുള്ള വശങ്ങൾ, രാഷ്ട്രീയ വശങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ അങ്ങയുടെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം അതിലെ രാഷ്ട്രീയ വശമാണ്, അവസാന ഭാഗമാണ് നിയമപരമായ വശം. ആ നിയമവശത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. ഇത്തരത്തിലുള്ള ഉത്തരവ് ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സാഹചര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു, നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചിരുന്നു. ഇന്ന് വിധി വരും എന്നുള്ള സാഹചര്യം ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങൾ പ്രധാനപ്പെട്ട ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ കോർപ്പറേഷൻ ഓഫീസിലുണ്ട്, കൗൺസിലർമാരൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങൾ ആലോചിക്കുകയാണ്. ആ ഉത്തരവ് എത്രയും പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയുടെ പറഞ്ഞതനുസരിച്ച് നടപ്പിലാക്കി വളരെ സ്മൂത്തായി, മുമ്പ് വന്ന് എങ്ങനെയാണോ അതിനേക്കാൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ആലോചനകളും സാഹചര്യങ്ങളും ക്രമീകരണങ്ങളും ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, നമ്മളിപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ആദ്യ ഭാഗം, അതിന്റെ ആദ്യ ഭാഗം രാഷ്ട്രീയ വശമാണ്. അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ആദ്യ ഭാഗം രാഷ്ട്രീയ വശമാണ്. അത് പലതരത്തിലുള്ള അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഉമേഷ് ചള്ളിയലിന്റെ സത്യപ്രതിജ്ഞ കേരള നിയമസഭയിൽ നടന്നതിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. അതുപോലെ കേരളത്തിനകത്തും പുറത്തും ഇന്നിപ്പോൾ വേറൊരു പഞ്ചായത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ചില സാഹചര്യങ്ങളാണ് ജയിച്ചു വരുന്ന ജനപ്രതിനിധികളുടെ ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ്. അതിലിപ്പോൾ പല സത്യപ്രതിജ്ഞകളും ഇതുപോലെയൊക്കെ തന്നെ ഇതിനു മുമ്പ് വിധി വന്നിട്ടുണ്ട്. ചിലതൊക്കെ തന്നെ വ്യത്യാസം വരുത്തേണ്ടതാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവരോട് ഈ ചെയ്ത കാര്യങ്ങൾ ദൃഢമാകാൻ വേണ്ടി ഒരിക്കൽ കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. ആ രീതിയിലാണ് അതിനെ കാണേണ്ടത്. അല്ല, അവിടെ ഇപ്പോൾ ഈ കൗൺസിൽ മുഴുവൻ അങ്ങുൾപ്പെടെയുള്ളവർക്ക് അങ്ങുൾപ്പെടെയുള്ളവരുടെ യോഗ്യത സംബന്ധിച്ച് അപ്രസക്തമാകുന്നു എന്നടക്കം ഈ പ്രതിപക്ഷത്ത് നിന്നും ഈ ഹൈക്കോടതിയെ സമീപിച്ച SP ദീപക് ഉൾപ്പെടെയുള്ളവർ പറയുകയുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? 29-ന് ഈ കൗൺസിൽ യോഗം ചേരുമ്പോൾ അത് നമ്പർ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ടെങ്കിൽ അതിലൊരു വസ്തുതയുണ്ടല്ലോ. പ്രജിഷേ, എന്ത് പറഞ്ഞിട്ടാണ് LDF കോടതിയിൽ പോയത്? LDF കോടതിയിൽ പോയത് ഇവരുടെ തിരഞ്ഞെടുപ്പ് തന്നെ അസാധുവാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർക്ക് ശക്തമായ തിരിച്ചടിയല്ലേ പരാതിയായിട്ട് പോയവർക്ക് ഏറ്റിരിക്കുന്നത്. കോടതി അതൊന്നും മുഖവിലേക്ക് എടുത്തില്ല. ഇത്തരത്തിലൊരു ഗ്രേ ഏരിയ അവിടെ കടന്നു വരുന്നത് കൊണ്ട് ഒന്നുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം എന്ന് വളരെ ഈ കേസിൽ ഇങ്ങനെ ഒരു വിഷയം കോടതി മുമ്പാകെ ചെല്ലുമ്പോഴേക്കും കിട്ടാവുന്ന ഏറ്റവും ഒരു ഒരു മിതമായ, അല്ലെങ്കിൽ ഒരു ഏറ്റവും ലഭിക്കാവുന്ന, അതായത് എതിർഭാഗത്ത് നിൽക്കുന്ന കക്ഷികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു വിധിയാണ് ലഭിച്ചിരിക്കുന്നത്. പരാതിക്കാരന് ശക്തമായ തിരിച്ചടിയാണ്. തിരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം. അതായത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ശക്തമായി മുന്നോട്ട് പോകുന്ന, ജനസ്വീകാര്യതയോടെ മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കോടതി അതിന് ഒരു മുഖവിലേക്ക് പോലും എടുത്തില്ല എന്നുള്ളതാണ് തിരിച്ചടി. ഏറ്റവും ചുരുങ്ങിയ അങ്ങൊരു അഭിഭാഷകനായി ഈ നിയമം പഠിച്ച വ്യക്തിയാണ്. മാത്രമല്ല എത്രയോ വർഷത്തെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റി ആക്ട് 143 പ്രകാരമുള്ള കാര്യങ്ങൾ അങ്ങേക്ക് അറിവുള്ളതാണ്. അപ്പോൾ അങ്ങ് ഇരിക്കുന്ന ഒരു ചെയറിൽ അങ്ങേപ്പോലെയുള്ള ഒരാളിരിക്കുന്ന, അങ്ങയുടെ കീഴിലുള്ള, അങ്ങേക്ക് ഈ പല നഗരസഭ വാർഡുകളിലും വരുന്ന ആളുകൾ, അപ്പോൾ അവരെ എന്തായാലും നമുക്കൊരു സത്യപ്രതിജ്ഞയാണ്, അത് നിയമപരമാണ്. അപ്പോൾ അതിനു മുമ്പ് എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യപ്രാപ്തിയും നിശ്ചയമൊക്കെ ഉള്ള ആളുകളല്ലേ. അപ്പോൾ അവിടെ എന്തുകൊണ്ടെങ്കിലും പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതെനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. പ്രജീഷേ, ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് ആരാവും മേയറെന്നോ, ആരാവും ഡെപ്യൂട്ടി മേയറെന്നോ, ആരാവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ എന്നും ആരും ഒരിടത്തും ആലോചിച്ചിട്ടില്ല. മേയർ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ഒരു സംഘടനാപരമായിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്നും അങ്ങനെ ഒഴിഞ്ഞു മാറുന്നൊന്നുമില്ല. പക്ഷേ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതിനു മുമ്പും ഇപ്പോഴുമൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നിയമവശമായി കോടതികൾ ഇടപെടാറുണ്ട്. അങ്ങനെ ഒരു കോടതി ഇടപെട്ടിരിക്കുന്നു. കോടതിയുടെ വിധി വളരെ സ്വാഗതാർഹമാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് കറക്റ്റ് ചെയ്യുന്നതോട് കഴിഞ്ഞു. അല്ല, അവിടെ ഭരണാധികാരിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ ശ്രീ വി വി രാജേഷ്? അങ്ങനെ അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഒരു ഹൈക്കോടതി ജഡ്ജി വിധി പറഞ്ഞതിൻ്റെ അപ്പുറം ഞാൻ എന്ത് വിധിയാണ് പറയാനുള്ളത്? ഒരു ഹൈക്കോടതി ജഡ്ജി അതിൽ വിധി പറഞ്ഞിരിക്കുകയല്ലേ? ഇതാ ആ വിധിയുടെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്, സർട്ടിഫൈഡ് കോപ്പി 10 മിനിറ്റ് മുമ്പ് വന്നു കഴിഞ്ഞു, താങ്കളുടെ കയ്യിലും അതിൻ്റെ പകർപ്പുണ്ടാകും. അതിലങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ ആ പകർപ്പിന്റെ ആധികാരികതയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ അറിയാമല്ലോ, അങ്ങേക്കും അറിയാവുന്നതാണ്. നമുക്കതിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. പക്ഷെ വി വി രാജേഷ്, ഇതൊരു ഉമേഷ് ചള്ളിയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇങ്ങനെ ചെയ്തു എന്നുള്ളതല്ല. അവിടെ ഇത്രയും അധികം എത്ര ദൈവങ്ങളുടെ പേരാണ് വിളിക്കുന്നത്, എത്രയോ ദൈവങ്ങൾ. ഞാനും ആരാധിക്കുന്നതാണ്, താങ്കളുമൊക്കെ ആരാധിക്കുന്നവരാണ്. ഈ ഇരിക്കുന്ന ആളുകളുടെ ഓരോ ഈ സ്ഥലത്തും ഓരോ വീടുകളിലും എന്താണ് ഈ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു കൗൺസിലറുടെ വീടിന്റെ സമീപത്ത് ഒരുപാട് ദൈവങ്ങളുണ്ടാകും. അവിടെ കാവ് സഹിതം കാണും, നാഗരാജ ക്ഷേത്രമടക്കം കാണും. അപ്പൊ ഈ പലരും ഇങ്ങനെ ഓരോ ദൈവങ്ങളെ അങ്ങ് വിളിച്ചു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ശ്രീ വി വി രാജേഷ്? അല്ല, ഇപ്പൊ ഓരോരുത്തരും സംസാരിക്കുന്ന ഓരോ കാര്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അല്ല, അങ്ങ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ് താങ്കൾ. അല്ല, ഞാൻ പറയട്ടെ, ഓരോരുത്തരും ഓരോ സമയത്തും ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും തന്നെ മറുപടി പറയാൻ സാധിക്കില്ല. എനിക്കിപ്പോൾ അങ്ങയോട് എനിക്ക് അനുവദിച്ചതുമായ സമയത്ത് നിന്നുകൊണ്ട് പറയാൻ സാധിക്കുന്നത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവെന്ന് വന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ള മേയർ എന്നുള്ള നിലയ്ക്ക് എന്ത് സമീപനമാണ് എടുക്കാൻ സാധിക്കുന്നത്? ആ വിധി അംഗീകരിക്കുന്നു. ആ വിധിയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് സമയബന്ധമായിട്ട് നടപ്പിലാക്കും. ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ കേരളത്തിന് പുറത്തും ഒക്കെ ഇതുപോലെയും ഇതിനെക്കാലം ഒക്കെ തന്നെ മറ്റുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കണം. കോടതി ഇടപെടുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ആ രീതിയിൽ ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ട്, കോടതി വിധി മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഭരണം ശക്തമായി മുന്നോട്ട് പോകും. മറ്റുള്ള മനക്കോട്ടകളൊന്നും ആരും കെട്ടണ്ട. ഞാൻ മാധ്യമപ്രവർത്തകരെയല്ല ഉദ്ദേശിച്ചത്. മറ്റാരെങ്കിലും വേറെന്തെങ്കിലും മനക്കോട്ട് കൊണ്ട് കെട്ടണമെങ്കിൽ ജനവിധിക്കെതിരാണ്. അങ്ങനെ ഒരു മനക്കോട്ടയും ആരും കെട്ടേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ ഈ അങ്ങയോട് ചോദിക്കുന്നത് ഞാൻ അങ്ങയുടെ ഓരോ ചോദ്യങ്ങളും ഇന്ന് മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ വളരെ സ്പഷ്ടമായി അങ്ങ് സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം അത് അങ്ങയുടെ രാഷ്ട്രീയ മെയ്വഴക്കമാണ്. ഞാനത് ഇന്ന് അങ്ങയുടെ വാർത്താ സമ്മേളനം മുഴുവനായി കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കൃത്യമായ കാര്യങ്ങൾ പറയുകയാണ്. അത് വി വി രാജേഷിന് മാത്രം ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. ഇനി ഒരു കാര്യം, ഈ സുഗതനെ ഇനി നമുക്ക് ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ കഴിയുമോ? അതെല്ലാം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതിയാണ് അതിലൊക്കെ മറുപടി പറയേണ്ടത്. കോടതിയെ കൗൺസിലറും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരൊക്കെ കോടതിയെ സമീപിക്കും. കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് അവർ ആക്ട് ചെയ്യും. മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എവിടെയാണ് ഇടപെടണമെന്ന് നിർദ്ദേശം വരുന്നത് ആ സമയത്ത് ആ സ്ഥലത്ത് കൃത്യമായിട്ട് ഇടപെടും. ഒരു ചോദ്യം കൂടി, ഞാൻ ഒരു കാര്യം പറയാം. വേറെ ഒരു അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്ന ആശങ്കകളൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. ആരും അനാവശ്യമായി മനക്കോട്ടകളും കെട്ടണ്ട. ജനങ്ങൾ 5 വർഷത്തേക്കാണ് ഭരണസമിതി തിരഞ്ഞെടുത്തത്. ആ 5 വർഷം ജയിച്ചവർ ജയിച്ചു എന്നുള്ളത് ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും, പരാജയപ്പെട്ടവർ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഉൾക്കൊള്ളുവാനും തയ്യാറായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി, മറ്റെന്തെങ്കിലും മൂവ് നടത്തുന്നുണ്ടോ? മേയർക്ക് ഹൈക്കോടതിയിൽ എന്തായാലും അഭിഭാഷകരുണ്ടാവും. ഈ നഗരസഭയുടെ ഭാഗത്തുനിന്നോ മേയറുടെ ഭാഗത്ത് മറ്റെന്തെങ്കിലും നിയമപരമായിട്ട് നോക്കുന്നുണ്ടോ? അല്ല, അതിനൊന്നും ആവശ്യമില്ലല്ലോ. ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ് കേട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ കാര്യങ്ങൾ. പിന്നെ വേറെ മൂന്നും നടത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇനി കൗൺസിലർ സുഗതന്റെ കാര്യത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ അവകാശമാണല്ലോ. തീർച്ചയായും വളരെയധികം നന്ദി. വി വി രാജേഷ് എന്തായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരണം നൽകിയായിരുന്നു. എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അവിടെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ അവരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിയിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.